എല്ലാ കൂട്ടുകാർക്കും ബ്ലൂമിംഗ് ബഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ EVSലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. 4ാം ക്ലാസ്സിലെ തന്നെ ഇംഗ്ലീഷും മലയാളം മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ള കൂട്ടുകാർ അതൊന്ന് കയറി നോക്കൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാലോ. 15 മിനിറ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ തരും. അതുപോലെ 5 ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ആക്ടിവിറ്റിക്കും അതുപോലെ 5ാമത്തെ ആക്ടിവിറ്റിക്കും 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1 ഹാസ് 2 ക്വസ്റ്റ്യൻസ്, 1A and 1B. ആൻസർ any one completely. അതായത് ആക്ടിവിറ്റി 1ന് 2 ഓപ്ഷൻസ് ഉണ്ട്. A, B എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കൂട്ടുകാർക്ക് ഏതാണോ നന്നായി എഴുതാൻ കഴിയുന്നത് അത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1ലെ A ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്ഷൻസ് ആൻഡ് മാപ്പിംഗ്. മാർക്ക് ഫോർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്രോസ് ഫോർ ദ റോങ് വൺ. അതായത് താഴെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കി കറക്റ്റ് സ്റ്റേറ്റ്മെന്റിന് ശരിയും തെറ്റായ സ്റ്റേറ്റ്മെന്റിന് തെറ്റിന്റെ ചിഹ്നവും ചേർക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. വൈൽ ഡ്രോയിങ് എ മാപ്പ്, നോർത്ത് ഈസ് ആൾവേസ് അറ്റ് ദി ടോപ്പ്. അതായത് ഭൂപടം വരയ്ക്കുമ്പോൾ നോർത്ത് എപ്പോഴും മുകൾ വശത്തായിരിക്കും. നോർത്ത് എന്ന് വെച്ചാൽ അറിയാലോ എന്താണ്, വടക്കാണ്. വടക്ക് ഭാഗത്തെയാണ് നോർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാപ്പ് വരയ്ക്കുമ്പോൾ എപ്പോഴും നോർത്ത് മുകൾ വശത്തായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെന്താണ്, കറക്റ്റ് ആണല്ലേ. നോർത്ത് മുകൾ വശത്തും സൗത്ത് അടിവശത്തുമായിട്ടാണ് വരയ്ക്കേണ്ടത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, എ മാഗ്നറ്റിക് കോമ്പസ് വർക്ക്സ് ബെറ്റ് നിയർ ദ ലാർജ് അയൺ ഒബ്ജക്ട്സ്. വലിയ ഇരുമ്പ് വസ്തുക്കളുടെ അടുത്ത് മാഗ്നറ്റിക് കോമ്പസ് കറക്റ്റായി വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം മാഗ്നറ്റിക് കോമ്പസിന്റെ അകത്തുള്ള നീഡിൽ കാന്തിക വസ്തുക്കളെ സ്വാധീനിക്കാറുണ്ട്. അത് കാരണം അയൺ ഒബ്ജക്ട്സിന്റെ അടുത്ത് മാഗ്നറ്റിക് കോമ്പസ് വെച്ചാൽ അത് കൃത്യമായി പ്രവർത്തിക്കില്ല. ബി ക്വസ്റ്റ്യൻ, ഇമാജിൻ യു ആർ സ്റ്റാൻഡിംഗ് ഇൻ എ ഫോറസ്റ്റ് അറ്റ് നൈറ്റ്. There is no sun and your phone GPS has no signal. How can you find the north direction using the stars? നിങ്ങൾ ഒരു രാത്രിയിൽ കാട്ടിൽ അകപ്പെട്ടു എന്ന് കരുതുക. രാത്രി ആകുമ്പോൾ അവിടെ എന്തായാലും സൺ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലെ GPS വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ നക്ഷത്രങ്ങളെ നോക്കി എങ്ങനെ നോർത്ത് ഡയറക്ഷൻ കണ്ടെത്താം? രാത്രിയിൽ കാണപ്പെടുന്ന ധ്രുവ നക്ഷത്രങ്ങൾ എപ്പോഴും വടക്ക് ദിശയിലായിരിക്കും കാണപ്പെടുന്നത്. കൂട്ടുകാരത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ധ്രുവ നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ പോൾ സ്റ്റാർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം. യു ക്യാൻ ഫൈൻഡ് ദ നോർത്ത് ഡയറക്ഷൻ ബൈ ഐഡന്റിഫൈങ് ദ പോൾ സ്റ്റാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ചു നോക്കി ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് യു ഫേസ് ദ സെറ്റിംഗ് സൺ, യുവർ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ്സ് സൗത്ത്. അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മൾ സൂര്യന് അഭിമുഖമായി നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ഇടതുകൈ സൂര്യന്റെ സൗത്ത് ഡയറക്ഷനിലായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ മാപ്പ് ഇൻഡെക്സ് യൂസസ് സിംബൽസ് ബിക്കോസ് റിയൽ ഒബ്ജക്ട്സ് കനോട്ട് ബി ഡ്രോൺ ടു സ്കെയിൽ. യഥാർത്ഥ ഒബ്ജക്റ്റുകളെ, അതായത് യഥാർത്ഥ വസ്തുക്കളെ അതേ വലുപ്പത്തിൽ തന്നെ ഭൂപടത്തിൽ വരയ്ക്കാൻ കഴിയാത്തതിനാലാണ് സൂചിക, അതായത് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. അതും കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ നീഡിൽ ഓഫ് എ മാഗ്നറ്റിക് കോമ്പസ് ഈസ് എ ടൈനി മാഗ്നറ്റ്. മാഗ്നറ്റിക് കോമ്പസിലെ നീഡിൽ ഒരു ചെറിയ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിക് കോമ്പസിനകത്തുള്ള ആ ചെറിയൊരു സൂചികയാണ് പറയുന്നത്. അത് കാന്തമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, GPS യൂസസ് സെല്ലുലാർ ടവേഴ്സ് നോട്ട് സാറ്റലൈറ്റ് ടു ഫൈൻഡ് ലൊക്കേഷൻസ്. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത്? GPS പ്രവർത്തിക്കുന്നത് മൊബൈൽ ടവറുകൾ വഴിയാണ്, സാറ്റലൈറ്റുകൾ വഴിയല്ല എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. GPS പ്രവർത്തിക്കുന്നത് സാറ്റലൈറ്റുകൾ വഴിയാണ്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 1ൽ തന്നെ ബി ക്വസ്റ്റ്യൻസ് നോക്കാം. ജിയോഗ്രഫി ഓഫ് കേരള. കേരള ഹാസ് 44 rivers. How many of them flow east? കേരളത്തിൽ 44 നദികളിൽ എത്ര എണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്ക്. കിഴക്ക് വശത്തേക്ക് ഒഴുകുന്നത് എത്ര നദികളാണ്? 3 നദികളാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഏതൊക്കെയാണ് ആ നദികൾ? കബനി, ഭവാനി, പമ്പ. ഇവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ 2 differences between a river and a lake or backwater.
ലേക്ക് എന്ന് വെച്ചാൽ അറിയാലോ, കായൽ. പുഴയും കായലും തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക. പുഴ നീളത്തിൽ ഒഴുകുന്നതാണല്ലേ, അപ്പോൾ നമുക്ക് ഫ്ലോയിങ് അറ്റ് ലെങ്ത് എന്ന് എഴുതാം. ബ്രാക്കറ്റിൽ ഞാൻ റിവർ എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് ലേക്ക് എങ്ങനെയാണ്? സ്പ്രെഡ് വൈഡ് അക്രോസ് ആൻ ഏരിയ. ഒരു ഏരിയ മൊത്തം പരന്ന് കിടക്കുന്നതാണ് കായൽ. ഇനി അടുത്ത ഡിഫറൻസ് നോക്കാം. ഇറ്റ് ഹാസ് നോ സാൾട്ടി ടേസ്റ്റ്. പുഴയ്ക്ക് ഉപ്പുരസം ഉണ്ടായിരിക്കില്ല, എന്നാൽ കായൽ വെള്ളത്തിന് ഉപ്പുരസം ഉണ്ടായിരിക്കും. കാരണം കായൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാലാണ് കായൽ വെള്ളത്തിന് ഉപ്പുരസം തോന്നുന്നത്. അപ്പോൾ ഇറ്റ് ഹാസ് സാൾട്ടി ടേസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഓഫ് കേരളാസ് rivers originated in the Western Ghats and flow into the Arabian Sea. If the land of Kerala slanted towards the east instead of the west, what would happen to our 41 west flowing rivers? ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി ചിന്തിച്ച് എഴുതേണ്ടതാണ്. നന്നായി വായിച്ച് മനസ്സിലാക്കി എഴുതണം. അതായത് ചോദ്യത്തിൽ ചോദിക്കുന്നത്, കേരളത്തിലെ നദികളിൽ ഭൂരിഭാഗവും പശ്ചിമഘട്ടത്തിൽ എന്ന് വെച്ചാൽ വെസ്റ്റേൺ ഗാട്സ് അവിടെ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നവയാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് പടിഞ്ഞാറ് വശത്തേക്ക് കൂടുതൽ ചെരിഞ്ഞു നിൽക്കുന്നതാണ്. ഈ പടിഞ്ഞാറിന് പകരം കിഴക്കോട്ടാണ് ചെരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് ചോദ്യം. നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് പടിഞ്ഞാറ് വശത്തോട്ട് ചെരിഞ്ഞു നിൽക്കുന്നതാണ്. ഇതിനു പകരം കിഴക്ക് വശത്തോട്ടാണ് ചെരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ അറബിക്കടലിൽ ചെന്ന് ചേരുന്നതിന് പകരം ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് ചേരുക. ഇപ്പോൾ നമ്മളുടെ കേരളത്തിലൂടെ ഒഴുകുന്ന നദികളെല്ലാം അറബിക്കടലിലാണ് ചെന്ന് ചേരുന്നത്. ഇത് നേരെ മറിച്ച് തമിഴ്നാടിലൂടെ ഒഴുകുന്ന ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുമായിരുന്നു. നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ഇഫ് ദി ലാൻഡ് സ്ലാന്റഡ് ഈസ്റ്റ്, അവർ 41 വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് വുഡ് ചേഞ്ച് ഡയറക്ഷൻ ആൻഡ് ഫ്ലോ ടുവേർഡ്സ് തമിഴ്നാടു ആൻഡ് ഇവഞ്ച്വലി ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ലോക്കൽ ഗവേണൻസ് എന്ന് വെച്ചാൽ പ്രാദേശിക ഭരണം. താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കി മാച്ച് ദി ഫോളോയിങ് ചെയ്യാനാണ് ഈ ഒരു പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ ടേബിളിൽ തന്നിരിക്കുന്നത്? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പോൾ ഇതിനെല്ലാം മാച്ച് ചെയ്ത് വരുന്നത് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തിലെ തലവൻ എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അതുപോലെ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ, മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ വാർഡ് സഭ ഓർ ഗ്രാമസഭ? വാർഡ് സഭകളുടെ അല്ലെങ്കിൽ ഗ്രാമസഭകളുടെ പർപ്പസ് എന്താണ് എന്ന് വെച്ചാൽ ഇവയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഗ്രാമസഭകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക എന്നതാണ്. ദി മെയിൻ പർപ്പസ് ഓഫ് ഗ്രാമസഭ ടു ഡിസ്കസ് പബ്ലിക് നീഡ്സ് ആൻഡ് ടു ഗെറ്റ് ദ ഒപ്പീനിയൻ ഓഫ് ദി പീപ്പിൾ. Next question. If a village decides to build a new library, why is it legally necessary to discuss it in the Grama Sabha instead of the president deciding it alone? അതായത് ഗ്രാമത്തിൽ ഒരു പുതിയ ലൈബ്രറി നിർമ്മിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തനിച്ച് തീരുമാനമെടുക്കാതെ അത് ഗ്രാമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണല്ലേ. അപ്പോൾ ഇത്തരം ഭരണരീതി നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് ജനങ്ങളാണ്. ഇപ്പോൾ ലൈബ്രറി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോലുള്ള ജനങ്ങൾക്ക് വേണ്ട പൊതു ആവശ്യങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ അവിടെ ജനങ്ങളുടെ അഭിപ്രായം തേടുകയും അതിനായി ഗ്രാമസഭകൾ നിർബന്ധമായും വിളിച്ചു ചേർക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഗ്രാമസഭയിൽ ഒരിക്കലും ഒരു പ്രസിഡന്റിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. In a democratic system of governance, decisions should be made by the people. Activity 3, Equal Justice and History. തുല്യനീതിയും ചരിത്രവും. List 3 facilities a school must have to be differently abled friendly. Differently abled എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരാണ്. ഒരു വിദ്യാലയത്തെ ഭിന്നശേഷി സൗഹൃദ വിദ്യാലയമാക്കി മാറ്റാൻ വേണ്ട 3 കാര്യങ്ങൾ എഴുതുക. ഏതൊക്കെ എഴുതാം? ഒന്ന്, റാംസ് എഴുതാം അല്ലേ, എന്ന് വെച്ചാൽ സ്റ്റെപ്പുകൾക്ക് പകരം കുത്തനെ കയറി പോകാൻ കഴിയുന്ന സ്റ്റെപ്പുകൾ ഇല്ലാത്ത ഭാഗത്തെയാണ് റാമ്പുകൾ എന്ന് പറയുന്നത്. അടുത്തത് ഹാൻഡ് റെയിൽസ് എന്ന് വെച്ചാൽ കൈവരികൾ, പിടിച്ചു കയറാൻ കഴിയുന്ന കൈവരികൾ വെക്കുക. അടുത്തത് സെപ്പറേറ്റ് വാഷ്റൂം, ഇത്തരം കുട്ടികൾക്ക് സെപ്പറേറ്റ് വാഷ്റൂംസ് അനുവദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. അടുത്ത ചോദ്യം, നെയിം 2 മേജർ പാൻഡമിക്സ് ദാറ്റ് അഫക്റ്റഡ് കേരള ബിഫോർ COVID-19. കോവിഡിന് മുൻപ് കേരളത്തെ ബാധിച്ച 2 പ്രധാന പകർച്ചവ്യാധികളുടെ പേര് എഴുതുക. ഏതൊക്കെ എഴുതാം? സ്മോൾ പോക്സ്, കോളറ. സ്മോൾ പോക്സ് എന്ന് വെച്ചാൽ വസൂരി. ഓക്കെ,
Next question. A school belongs to everyone. If a school has a ramp but the laboratory is on the second floor with only stairs, is that school truly inclusive? Suggest a solution. സ്കൂൾ എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്. ഒരു സ്കൂളിൽ റാമ്പ് സൗകര്യം ഉണ്ടെങ്കിലും റാമ്പ് എന്ന് വെച്ചാൽ അറിയാലോ, മുകളിലേക്ക് കയറി പോകാൻ കഴിയുന്ന കുത്തനെയുള്ള സ്റ്റെപ്പുകൾ ഇല്ലാത്ത ഭാഗത്തെയാണ് റാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കൂളിൽ റാമ്പ് സൗകര്യം ഉണ്ടെങ്കിലും സയൻസ് ലാബ് പ്രവർത്തിക്കുന്നത് സ്റ്റെപ്പുകൾ മാത്രമുള്ള രണ്ടാം നിലയിലാണെങ്കിൽ ആ സ്കൂൾ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്നുണ്ടോ? ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുക. അതായത് ലബോറട്ടറിയിലേക്ക് കയറി പോകണമെങ്കിൽ സ്റ്റെപ്പുകൾ കയറി പോകണം രണ്ടാമത്തെ നിലയിലാണ്. ഇങ്ങനെയെങ്കിൽ വീൽചെയർ ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ലബോറട്ടറിയിലേക്ക് കയറാൻ കഴിയില്ല. അതിനാൽ നമുക്ക് ഈ സ്കൂള് ഇൻക്ലൂസീവ് അല്ല എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ സ്കൂൾ ഈസ് നോട്ട് ട്രൂലി ഇൻക്ലൂസീവ്. ഇനി നമുക്ക് ഇതിന് കൊടുക്കാവുന്ന പരിഹാരം എന്താണ്? മൂവ് ദ ലബോറട്ടറി ടു ദി ഗ്രൗണ്ട് ഫ്ലോർ. ലബോറട്ടറി താഴത്തെ നിലയിലേക്ക് മാറ്റുക എന്നതാണ് ചെയ്യാവുന്ന പരിഹാരം. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. നോ ദ സോളാർ സിസ്റ്റം. ഇവിടെ നമുക്കൊരു സോളാർ സിസ്റ്റത്തിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം, Ammu and friends drawing the picture of a solar system. Look at the names of planets written by Ammu on the basis of distance from the sun. If there is any mistake, correct it and write. അമ്മുവും കൂട്ടുകാരും ചേർന്ന് സോളാർ സിസ്റ്റത്തിന്റെ ചിത്രം വരഞ്ഞതാണ് ഇത്. ഇതിൽ സൂര്യനിൽ നിന്നുമുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്മു ഗ്രഹങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. ഇത് വായിച്ചു നോക്കി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അമ്മു എങ്ങനെയാണ് പ്ലാനറ്റുകളുടെ പേര് എഴുതിയിരിക്കുന്നത്? മെർക്കുറി, വീനസ്, മാർസ്, എർത്ത്, സാറ്റേൺ, യുറാനസ്, ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ശരിയാണോ? ശരിയല്ല അല്ലേ? ഇത് കറക്റ്റ് ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്. ശരിക്കും എങ്ങനെയാണ് വരേണ്ടത്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന ക്രമത്തിലാണ് എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം, റീഡ് ദി സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ്. താഴെ ചില സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കി ശരിയായവ എടുത്ത് എഴുതുക. എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്? ദ മാർസ് ഈസ് ദ ഓൺലി സെലസ്റ്റിയൽ ബോഡി ദാറ്റ് ഹ്യൂമൻ ഹാവ് എവർ സെറ്റ് ഫുട്ട് ഓൺ. മനുഷ്യൻ കാലുകുത്തിയ ഏക ആകാശഗോളമാണ് ചൊവ്വ. അത് തെറ്റാണ്. അടുത്തത്, ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ ഈസ് നോൺ ആസ് സെലനോളജി. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ചന്ദ്രനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സെലനോളജി. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ പ്ലാനറ്റ്സ് ആർ സാറ്റലൈറ്റ്സ്. ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ശരിയാണല്ലേ? പ്ലാനറ്റുകളെ ചുറ്റുന്ന സെലസ്റ്റിയൽ ബോഡീസ് ആണ് സാറ്റലൈറ്റ്സ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ ടൈം റിക്വയർഡ് ഫോർ വൺ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് 1 ഇയർ. അത് തെറ്റാണ്. ഭൂമിയുടെ റൊട്ടേഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? 24 hour ആണ്. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ഫുൾ മൂൺ ഡേ ആൻഡ് ന്യൂ മൂൺ ഡേ. ഫുൾ മൂൺ ഡേയും ന്യൂ മൂൺ ഡേയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾ ആണ് താഴെ തന്നിരിക്കുന്നത്. ന്യൂ മൂൺ ഡേ എന്ന് വെച്ചാൽ അമാവാസി. ന്യൂ മൂൺ ഡേയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊസിഷൻ എന്ന് വെച്ചാൽ സ്ഥാനം. ന്യൂ മൂൺ ഡേ ദിവസം ചന്ദ്രന്റെ സ്ഥാനം എന്ന് പറയുന്നത് സണ്ണിന്റെയും എർത്തിന്റെയും നടുവിലായിട്ടാണ്. സൺ, മൂൺ, എർത്ത് എന്ന രീതിയിലാണ് പൊസിഷൻ വരുന്നത്. അടുത്തത് നമുക്ക് അവിടെ ന്യൂ മൂൺ ഡേയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം എഴുതി കൊടുക്കണം. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അടുത്ത പോയിന്റ് വന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കറുത്ത വാവ്. ന്യൂ മൂൺ ഡേനെ കറുത്ത വാവ് എന്ന പേരിലും പറയാറുണ്ട്. അടുത്തത് ഫുൾ മൂൺ ഡേ. ഫുൾ മൂൺ ഡേന്റെ പൊസിഷൻ എന്താണ് വരുന്നത്? അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത പോയിന്റ്, ദ ഡേ ഇൻ വിച്ച് വി ക്യാൻ സീ ദ എൻറ്റയർ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദി മൂൺ. എന്ന് വെച്ചാൽ ചന്ദ്രനെ പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് ഫുൾ മൂൺ ഡേ. അടുത്ത പോയിന്റ് എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫുൾ മൂൺ ഡേന്റെ അവിടെ എ എന്ന ആ ഒരു ഭാഗത്ത് എഴുതേണ്ടത് സൺ, എർത്ത്, മൂൺ എന്ന രീതിയിലാണ് പൊസിഷൻ വരുന്നത്. ഫുൾ മൂൺ ഡേ ദിവസം സൺ, എർത്ത്, മൂൺ എന്ന രീതിയിലാണ് മൂണിന്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ. അടുത്തത് ന്യൂ മൂൺ ഡേ. അതില് ബി എന്ന ആ ഒരു സ്ഥാനത്ത് നമുക്ക് എഴുതേണ്ടത് ദ ഡേ ഇൻ വിച്ച് വി കാൺ സീ ദ മൂൺ അറ്റ് ആൾ. എന്ന് വെച്ചാൽ ചന്ദ്രനെ പൂർണ്ണമായും കാണാൻ കഴിയാത്ത ദിവസമാണ് എന്ത്? ന്യൂ മൂൺ ഡേ. അടുത്തത് നമുക്ക് സി എന്ന ആ ഒരു ഭാഗത്ത് എഴുതേണ്ടത് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വെളുത്ത വാവ്. ഫുൾ മൂൺ ഡേ അഥവാ പൗർണമി വെളുത്ത വാവ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ന്യൂ മൂൺ ഡേ അഥവാ അമാവാസി കറുത്ത വാവ് എന്ന പേരിലും, ഫുൾ മൂൺ ഡേ അഥവാ പൗർണമി
വെളുത്ത വാവ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതെല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫുൾ മൂൺ ഡേ, ന്യൂ മൂൺ ഡേ ആ ഭാഗം നന്നായി പഠിച്ചു വെച്ചോളൂ. ആ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യം വരും. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 5 ഹാസ് 2 questions, 5A and 5B. ആൻസർ എനി വൺ കംപ്ലീറ്റ്ലി. ആക്ടിവിറ്റി 5ന് ഓപ്ഷൻസ് ഉണ്ട്, എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും. ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂൾ ഹിസ്റ്ററി. സ്കൂൾ ഹിസ്റ്ററി എന്ന് വെച്ചാൽ വിദ്യാലയ ചരിത്രം. ലിസ്റ്റ് ഫോർ സോഴ്സസ്, റെക്കോർഡ്സ് ഓർ ഒബ്ജക്ട്സ് ഫ്രം വിച്ച് വി കാൻ ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് എ സ്കൂൾ. ഒരു സ്കൂളിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ കഴിയുന്ന ഏതെങ്കിലും 4 സോഴ്സുകൾ എഴുതുക. അപ്പോൾ നമുക്ക് സ്കൂളിന്റെ പഴയ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് ഏതൊക്കെ മാർഗത്തിലൂടെയാണ്? ഓൾഡ് അഡ്മിഷൻ രജിസ്റ്റേഴ്സ്, പഴയ രജിസ്റ്ററുകൾ നോക്കി കണ്ടെത്താം. പിന്നെ സ്കൂൾ ഡയറീസ്. അതുപോലെ മറ്റൊരു സോഴ്സസ് ആണ് മെമ്മറീസ് ഓഫ് പാസ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ആ സ്കൂളിൽ പണ്ട് വർക്ക് ചെയ്തിരുന്ന ടീച്ചർമാരുടെയും അവിടെ പഠിച്ച കുട്ടികളുടെയും അറിവുകൾ കളക്ട് ചെയ്ത് നമുക്ക് സ്കൂൾ ഹിസ്റ്ററി കണ്ടെത്താം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പെർമനന്റ് ബ്രിഡ്ജസ് അക്രോസ് ദ റിവേഴ്സ് ഹെൽപ്പ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. പുഴയുടെ നടുവിലൂടെ പാലങ്ങൾ വന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് സഹായിച്ചത്? ഇപ്പോൾ പുഴ കടന്ന് സ്കൂളിലേക്ക് പഠിക്കാൻ പോകേണ്ട കുട്ടികളാണെങ്കിൽ പുഴയ്ക്ക് പുറകെ പാലങ്ങൾ വന്നത് അവർക്ക് വളരെ സഹായകമാണല്ലേ? എങ്ങനെയാണ് അവർക്കത് സഹായകമായത്? മഴക്കാലത്തും കുട്ടികൾക്ക് സുരക്ഷിതമായി കൃത്യസമയത്ത് സ്കൂളിൽ എത്താൻ ഇത്തരം പാലങ്ങൾ വന്നതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് പെർമനന്റ് ബ്രിഡ്ജസ് അക്രോസ് റിവേഴ്സ്, ചിൽഡ്രൻ വെർ ഏബിൾ ടു റീച്ച് സ്കൂൾ സേഫ്ലി ആൻഡ് ഓൺ ടൈം ഈവൻ ഡ്യൂറിംഗ് ദ റെയിനി സീസൺ. അടുത്ത ചോദ്യം, ഹിസ്റ്ററി ഈസ് എ ജേർണി ത്രൂ ദി പാസ്റ്റ്. ഇഫ് യു ഫൈൻഡ് എ കോപ്പർ പ്ലേറ്റ് വിത്ത് റൈറ്റിംഗ് ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്, why is it considered more valuable for history than a printed textbook? ഹിസ്റ്ററി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തിലൂടെയുള്ള ഒരു ജേണിയാണ്. നമ്മുടെ മുൻകാലങ്ങളിലെല്ലാം എന്താണ് നടന്നത് എന്നറിയാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഹിസ്റ്ററി. അതിന് സഹായിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഉണ്ടല്ലേ, കൂട്ടുകാർക്കറിയാലോ. ചോദ്യം ഇതാണ്, നിങ്ങളുടെ സ്കൂൾ പറമ്പിൽ നിന്നും എഴുത്തുകളുള്ള ഒരു കോപ്പർ പ്ലേറ്റ് ലഭിച്ചാൽ അത് ഒരു പാഠപുസ്തകത്തേക്കാൾ ചരിത്രത്തിന് വിലപ്പെട്ടതാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? അത് നമുക്ക് ചരിത്രത്തെ കുറിച്ച് പഠിക്കാൻ നേരിട്ട് കിട്ടിയ ഒരു എവിഡൻസ് ആണ്, ഒരു തെളിവാണ്. പാഠപുസ്തകത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ടത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലേ ചരിത്രപരമായി തെളിവുകൾ നൽകുന്ന ഓരോ വസ്തുക്കളും. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. ദ ടെക്സ്റ്റ് ബുക്ക് വർ പ്രിന്റഡ് ലേറ്റർ. ടെക്സ്റ്റ് ബുക്ക് പിന്നീട് അച്ചടിച്ചു വന്നതാണ്. ബട്ട് ദ കോപ്പർ പ്ലേറ്റ്സ് ഈസ് ദ എവിഡൻസ് ഓഫ് ദി ഒറിജിനൽ ഹിസ്റ്ററി. ഇനി നമുക്ക് ആക്ടിവിറ്റി 5ലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും. കംപ്ലീറ്റ് ദി ടേബിൾ. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പട്ടികയിൽ തന്നിരിക്കുന്നത്? ഇൻവെൻഷൻ എന്ന് വെച്ചാൽ കണ്ടുപിടുത്തം, ഓൾഡ് മെത്തേഡ്, മോഡേൺ അഡ്വാൻറ്റേജ്. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഈ ടേബിൾ വായിച്ചു നോക്കി, ഇപ്പോൾ ഓൾഡ് മെത്തേഡും മോഡേൺ അഡ്വാൻറ്റേജും തന്നിട്ടുള്ളത് വായിച്ചു നോക്കി, അവിടെ ഏത് കണ്ടുപിടുത്തമാണോ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മെഷീനറിയുടെ അല്ലെങ്കിൽ ഏത് ഡിവൈസിന്റെ കണ്ടുപിടുത്തമാണോ നടന്നിരിക്കുന്നത് അതിന്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ അതുപോലെ നമുക്ക് ചില ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ ഓൾഡ് മെത്തേഡ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ മോഡേൺ അഡ്വാൻറ്റേജ് എന്താണ്, അതൊക്കെയാണ് എഴുതേണ്ടത്. കൂട്ടുകാർ ഈ ടേബിൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കൂ. നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ആൻസർ എഴുതാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളത്തിൽ ഓൾഡ് മെത്തേഡ് എന്താ തന്നിരിക്കുന്നത് നോക്കാം. ഡ്രോയിങ് വാട്ടർ വിത്ത് എ ബക്കറ്റ് എന്ന് വെച്ചാൽ തൊട്ടി ഉപയോഗിച്ച് വെള്ളം കോരുക. അതിന്റെ മോഡേൺ അഡ്വാൻറ്റേജ്, ആധുനിക നേട്ടം, സേവ്സ് ടൈം ആൻഡ് ഫിസിക്കൽ എഫേർട്ട്, സമയവും അതുപോലെ ശാരീരികമായ അധ്വാനവും ലാഭിക്കുന്നു. അപ്പോൾ ഏതായിരിക്കും അവിടെ വരുന്നത്? വെള്ളം നമുക്ക് കോരുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഫിസിക്കൽ എഫേർട്ട് അവിടെ കുറഞ്ഞു. എന്തിന്റെ ഉപയോഗം കൊണ്ടാണ്? മോട്ടോർ പമ്പ് വന്നപ്പോഴാണ് നമുക്ക് ഫിസിക്കൽ എഫേർട്ടും ടൈമും ഒക്കെ ലാഭമായത്. ഓക്കെ, അടുത്ത ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തം നമുക്ക് അഡ്വാൻറ്റേജ് ആയി വന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ അവൈലബിൾ ഇൻസ്റ്റന്റ്ലി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇൻഫർമേഷനോ മെസ്സേജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മറ്റൊരാളെ അറിയിക്കാൻ ഈ ഇന്റർനെറ്റ് വന്നതോടുകൂടി സാധിക്കുന്നു. അപ്പോൾ അതിന്റെ ഓൾഡ് മെത്തേഡ് എന്തായിരിക്കും? സെൻഡിങ് ലെറ്റേഴ്സ് ബൈ പോസ്റ്റ്. അതായത് ഇന്റർനെറ്റ് വരുന്നതിന് മുൻപ് എന്തെങ്കിലും സന്ദേശങ്ങൾ അയക്കണമെങ്കിൽ നമ്മൾ ലെറ്റേഴ്സ്, കത്തുകളായിട്ടാണ് അയച്ചിരുന്നത്. ഇനി നമുക്ക് പുതിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ ആണ്. വാഷിംഗ് മെഷീന്റെ ഓൾഡ് മെത്തേഡ്
വാഷിംഗ് ക്ലോത്ത്സ് ബൈ ഹാൻഡ്. കൈകൾ കൊണ്ട് വസ്ത്രങ്ങൾ കഴുകുന്ന രീതിയായിരുന്നു വാഷിംഗ് മെഷീൻ വരുന്നതിന് മുൻപുണ്ടായിരുന്നത്. അതിന്റെ മോഡേൺ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലീൻ ക്ലോത്ത്സ് വിത്ത് ലെസ് ലേബർ ആൻഡ് ഫിസിക്കൽ സ്ട്രെയിൻ. കുറഞ്ഞ അധ്വാനം കൊണ്ട് വസ്ത്രങ്ങൾ വൃത്തിയാക്കാൻ കഴിയുന്നു എന്നതാണ് മോഡേൺ അഡ്വാൻറ്റേജ്. അടുത്തത് നമുക്ക് എന്താണ് ഇൻവെൻഷൻ എന്ന് തന്നിട്ടില്ല. അതിന്റെ ഓൾഡ് മെത്തേഡ് പ്ലോയിങ് വിത്ത് ഓക്സൻ എന്ന് വെച്ചാൽ കാളകളെ ഉപയോഗിച്ച് നിലം ഉഴുതുന്നു. അതിന്റെ മോഡേൺ അഡ്വാൻറ്റേജ് ക്യാൻ പ്ലോ ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് വെരി ക്വിക്ക്ലി എന്ന് വെച്ചാൽ വലിയ കൃഷിയിടങ്ങൾ വളരെ വേഗത്തിൽ ഉഴുതുമറിക്കാം എന്നതാണ് മോഡേൺ അഡ്വാൻറ്റേജ്. അപ്പോൾ അവിടെ നടന്നിരിക്കുന്ന കണ്ടുപിടുത്തം എന്താണ്? ട്രാക്ടർ ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. ജോൺ മെക്കാർത്തി is the father of artificial intelligence. Give one example of how AI can help a farmer in a large field. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതായത് AI-യുടെ പിതാവ് എന്ന് പറയുന്നത് ജോൺ മെക്കാർത്തി ആണ്. എങ്കിൽ കൃഷിപ്പണിയിൽ AI എങ്ങനെയാണ് സഹായിക്കുന്നത്? ഒരു ഉദാഹരണം എഴുതുക. എന്താണ് ആൻസർ വരുന്നത്? ഡ്രൈവറിന്റെ സഹായമില്ലാതെ കൃഷിക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന സ്മാർട്ട് ട്രാക്ടറുകൾ, അതുപോലെ വിളകളിലെ രോഗങ്ങൾ കണ്ടെത്തുന്ന ഡ്രോണുകൾ എന്നിവയെല്ലാം AI-യുടെ ഉപയോഗങ്ങളാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാവുന്ന AI ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? സ്മാർട്ട് ട്രാക്ടറും ഡ്രോൺസുമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇൻവെൻഷൻസ് റെഡ്യൂസ് ഫിസിക്കൽ ലേബർ ബട്ട് ഡസ് ദാറ്റ് മേക്ക് us lazy? Compare the use of washing machine with washing clothes by hand. Is every invention always better for our health? Just is your thinking. ചോദ്യം എങ്ങനെയാണ്? പുതിയ കണ്ടുപിടുത്തങ്ങൾ ശാരീരിക അധ്വാനം കുറയ്ക്കുന്നു. ശരിയാണല്ലേ? എന്നാൽ അത് നമ്മളെ മടിയന്മാരാക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ അല്ലേ? അലക്കുയന്ത്രത്തിന്റെ ഉപയോഗത്തെ കൈകൊണ്ട് അലക്കുന്നതായി താരതമ്യം ചെയ്യുക. എല്ലാ കണ്ടുപിടുത്തങ്ങളും ആരോഗ്യത്തിന് നല്ലതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കൈകൊണ്ടുള്ള അധ്വാനം കുറയുന്നു അല്ലേ? പക്ഷെ എന്താണ്, നമുക്ക് അവിടെ ഒരു വ്യായാമം നഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ ഇൻവെൻഷൻസും നമുക്ക് സൗകര്യം നൽകുന്നവയാണെങ്കിലും അതിനോടൊപ്പം തന്നെ നമ്മുടെ വ്യായാമങ്ങളും കുറഞ്ഞു വരുന്നു എന്നത് ഒരു പോരായ്മയാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. വാഷിംഗ് മെഷീൻസ് റെഡ്യൂസ് മാനുവൽ ലേബർ ബട്ട് ഇറ്റ് ഡസന്റ് പ്രൊവൈഡ് ദ എക്സസൈസ് ആസ് വാഷിംഗ് ബൈ ഹാൻഡ്. ആൾ ഇൻവെൻഷൻസ് ആർ കൺവീനിയന്റ് ബട്ട് ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ക്യാൻ ബി ഹാർംഫുൾ ടു ഹെൽത്ത്. Therefore, we should do the necessary exercise while using the inventions. Okay, നമ്മൾ ഇന്ന് ചെയ്തത് 4ാം ക്ലാസ്സിലെ EVS-ലെ മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇംഗ്ലീഷ് മീഡിയം മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇനി നമുക്ക് LP സ്കൂളുകളിൽ തന്നെ ഹൈസ്കൂളും ഉൾപ്പെടുന്ന കുട്ടികൾക്ക്, 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒന്ന് പരിചയപ്പെടാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ബ്ലൂമിംഗ് ബഡ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്